അപ്പോൾ രാവിലെ തന്നെ അച്ഛനും മകളും കൂടെ അതാ ആശുപത്രിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഡോക്ടറിനെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 8 മണിൻ്റെ മുമ്പേ പോകാൻ പറഞ്ഞ്. അപ്പോൾ സമയം 7:20 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് 7:10 ആകുമ്പോഴാണ് ഞാൻ ഡോക്ടറിനെ വിളിച്ച് ബുക്ക് ചെയ്തത്. നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറഞ്ഞു, ആൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ എന്തായാലും അച്ഛനും മകളും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടിക്ക് പനി കുറഞ്ഞോ പനി കുറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പനിക്ക് ഒരു കുറവുമില്ല കേട്ടോ. ഊതിയിട്ടൊക്കെ വരികയൊക്കെ ചെയ്തു. എന്നിട്ട് മരുന്നും ഒക്കെ കൊടുത്തു. പനിയൊന്നും കുറവില്ല. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ കൊണ്ടുപോയതാണ്. എന്നിട്ട് രാവിലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടും വൈകുന്നേരമായിട്ടും പനിയൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഛർദ്ദിക്കാൻ വരുന്ന പോലെ അല്ലെങ്കിൽ പുളിച്ചത കിട്ടുമല്ലോ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരുന്ന് കഴിച്ചിട്ടും പനിക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ രാവിലെ മരുന്ന് കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ ഇതപ്പം നമ്മൾ വീഡിയോ എടുത്ത് അതിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കും. വൈകുന്നേരം വോയിസ് ഓവർ കൊടുക്കുമ്പോഴും പനിയൊന്നും കുറവില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ എന്താണ് പുളിച്ച് തേട്ടണമെന്ന് പറഞ്ഞപ്പോൾ വല്ല വയറ് വല്ല മുറുക്കോ അല്ലെങ്കിൽ വയറൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്ലതും ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് തണുപ്പ് എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഊതിച്ചിട്ട് വന്നിട്ടുണ്ട്. അതും ചെയ്തു കേട്ടോ. മക്കൾക്ക് വയ്യാണ്ടായ ഒരു സമാധാനവും ഇല്ല. രാവിലെ തന്നെ കുട്ടികൾക്ക് വയ്യാന്നും പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ അച്ഛനും മകളും ആശുപത്രിയിൽ പോയ പാടെ ഞാനിതാ അടുക്കളയിലൊക്കെ വന്ന് ഒന്ന് അടിച്ചു തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചാരുമോള് പോകുമ്പോഴത്തേക്ക് 2-3 ദോശയൊക്കെ ഉണ്ടാക്കി ചൂടുവെള്ളമൊക്കെ ആക്കി കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ പോകുമ്പോഴേക്കും ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വിടാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരം ഒന്നും അധികം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ അരി അരയ്ക്കലും അതിൻ്റെ ഇടയിൽ കൂടെ ഇടിയും മഴയും കറണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടും വന്നിട്ടൊക്കെ ഇരുന്നപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ചോറ് വടിച്ചപ്പോൾ കുറച്ച് താഴെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുഴീൻ്റെ ഉള്ളിൽ. അത് ഇന്ന് രാവിലെ നമ്മളത് എല്ലാം പുറത്തേക്ക് ഇടുമ്പോൾ വെള്ളവും ചോറൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുമാതിരി സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടെ കണ്ടപ്പോൾ ഞാൻ എന്തായാലും അടിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ആണെങ്കിൽ അരി ഉഴുന്നൊക്കെ അരയ്ക്കാനിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടും പോയിട്ടിരിക്കും കൊണ്ട് ഇന്നലെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. എന്തായാലും രാവിലെ എണീറ്റ് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് വേണം ഇനിയിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ. ഏട്ടൻ രാവിലെ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ചിട്ടിക്കുട്ടീനെ വീട്ടിലാക്കിയിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ആൾ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ വരുമ്പോഴത്തേക്ക് ഞാനിതാ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാനായിട്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. എന്നിട്ട് വേണം ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചട്നി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ചിട്ടിക്കൊന്നും ഇഷ്ടമാവില്ല. കാരണം 2 ദിവസമായിട്ട് പനി ആയതുകൊണ്ട് അവൾക്ക് ഇന്നലെ മുതൽ ആൾക്ക് വായിക്കൊന്നും പിടിക്കില്ല, കയ്പ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചമ്മന്തി വേണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചക്കത്തേക്ക് കഞ്ഞി കൊടുക്കാനും രാവിലെ ആണെങ്കിലും ദോശൻ്റെ കൂടെയും കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇത്തിരി പുളിയും തേങ്ങയും കാന്താരി നമ്മൾ ഇന്നലെ പറിച്ചില്ലേ നമ്മളെ എന്താണ് ചീനിമുളക്, അതെല്ലാം ഇട്ടിട്ട് നല്ല ഒരു ചൊടുക്കനെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചമ്മന്തിയും പൊടിയും കൂട്ടിയിട്ടാണ് രാവിലെ ദോശ കഴിക്കുന്നത്. ഇനിയിപ്പോൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞാലും ആ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് കഞ്ഞി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഏട്ടൻ വന്ന് ചിട്ടിനെ ആക്കിയിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആൾ പോയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. രാവിലെ വീഡിയോ എടുക്കാനും ഒരു മൂഡില്ല, എന്താ പറയുക, ഒരു മടുപ്പ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ പിള്ളേർക്കും വയ്യ, പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനാകെ വല്ലാത്തൊരു ഇതുപോലെയുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും പറ്റണത്ര എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പറ്റിയാൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ അത് ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേണാൻ വേണ്ടിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി ചിട്ടിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവൾക്കൊരു ദോശയും പൊടിയും ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദോശ ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ കഴിക്കണം. ഇന്നലെ വൈകുന്നേരം ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ആളെ കഞ്ഞി കൊടുത്തിട്ടൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയൊക്കെയോ ഒരു ദോശ അങ്ങോട്ട് കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ. പിന്നെ ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞതാ ഉച്ചയ്ക്ക് കഞ്ഞിക്കുള്ള അടുപ്പത്ത് അരിയിടാനായിട്ട് ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തണുത്ത വെള്ളമൊക്കെ കൊണ്ടുവന്നത് ആ ചിട്ടിക്കുട്ടിൻ്റെ ദേഹം
മൊത്തം തുടച്ച് വിടുകയാണ് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ തോർത്ത് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുത്താൽ പനിക്ക് ഇത്തിരി കുറവുണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കുട്ടികൾ ചെറുതാകുമ്പോഴൊക്കെ ഇങ്ങനെ ഇതുപോലെ വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളത്തിൽ മേല് തുടച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ അഴിച്ച് എല്ലാവിടെയും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ്. നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഡ്രസ്സ് ഇട്ടിട്ടും വീണ്ടും കയ്യും മുഖമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ, കാലും കൈയൊക്കെ. കാരണം തുടയ്ക്ക ആൾക്ക് വേർത്ത് കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പനി അങ്ങനെ കുറവൊന്നുമില്ല കേട്ടോ മരുന്ന് കഴിച്ചിട്ടും. അപ്പോൾ എന്തായാലും നല്ല തണുത്ത വെള്ളത്തിൽ തോർത്തൊക്കെ മുക്കി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ദേഹം. ഇന്നിപ്പോൾ ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പോൾ ഛർദിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ നമ്മൾ പൊടി ഉണ്ടല്ലോ കലക്കി കുടിക്കുന്നത്, ORS പൊടി എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ 2 പാക്കറ്റ്. അപ്പോൾ അത് കലക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർഗിളിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് കുട്ടിക്ക് ദേഹമൊക്കെ ഒന്ന് തുടച്ച് വിടാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ച് നേരം കിടത്തി. പിന്നെ ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് നമ്മുടെ വായിൽ ഒഴിക്കുമ്പോൾ ഇത്തിരി ഒന്ന് സഹിക്കാൻ പറ്റണ അത്രയും ആക്കിയിട്ട് അവൾക്ക് ഗാർഗിളിങ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് തണുത്തതിന് ശേഷം നമ്മളിതാ ഗാർഗിളിങ് ചെയ്യാണ്. അപ്പോൾ പനി വന്നു വെച്ചാൽ എപ്പോഴും ഇവിടെ അങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ കുട്ടികളെ. പിന്നെ ഡോക്ടറും പറയാറുണ്ട് എപ്പോഴും, ഈ ഡോക്ടറിൻ്റെ അവിടെ പോയാൽ എപ്പോഴും ആദ്യം പറയണത് അതാണ്, തൊണ്ടയിൽ ഇൻഫെക്ഷനൊക്കെ മാറാനായിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഗാർഗിളിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യണത് നല്ലതാണ് കേട്ടോ. തൊണ്ടയിലൊക്കെ തൊണ്ടവേദനയും ഈ കുത്തിയുള്ള ചുമയും ഒക്കെ വരുമ്പോൾ കുട്ടികൾക്കത് നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗാർഗിളിങ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പനിയോ വയ്യായികയൊക്കെ വന്നു വെച്ചാൽ ഇതുപോലെ ചെയ്യാനും പിന്നെ മരുന്ന് കഴിക്കാനും ഒക്കെ മടിയാണ് കേട്ടോ. അവിടെ 2 പേർക്കും അങ്ങനെയാണ്. ചിട്ടിക്കുട്ടി പിന്നെയും കുഴപ്പമില്ല, ചാരുവിനാണ് ഒരുപാട് മടി കേട്ടോ. അങ്ങനെ ഗാർഗിളിനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ORS പൊടി കലക്കി കൊടുക്കുകയാണ് കേട്ടോ. കലക്കി അങ്ങോട്ട് ബോട്ടിലിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു, വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കാനായിട്ട്. ഇത് ക്ഷീണം ഇല്ലാണ്ടിരിക്കാനാണ്. ഇതില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് കലക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വെക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു പേസ്റ്റ് പോലെയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ പൊടിയായിരുന്നു, ഒരു ഓറഞ്ച് കളർ നിറത്തിൽ പൊടി, പിന്നെ ഒരു ചെറിയായിട്ടൊരു ഓറഞ്ചിൻ്റെയും നാരങ്ങൻ്റെയും ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇതിൽ പിന്നെ ഓറഞ്ചിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മണമൊന്നുമില്ല കേട്ടോ. വെറും ഉപ്പും പഞ്ചസാരയാണ് തോന്നുന്നു, ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാണ് വരുന്നത്. അപ്പം ഞാനൊരു ഇത് കലക്കി വെച്ചിട്ട് കൊടുത്തു നോക്കാം, പിന്നെ കുടിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പാക്കറ്റും കൂടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും തന്നെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഉപ്പും ഇതൊന്നുമില്ല, കാരണം അതിലൊരു തുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ പിന്നെ 2ാമത്തെ പാക്കറ്റും കൂടെ പൊട്ടിച്ച് അതിലൊഴിച്ചു. എന്നിട്ട് ഒന്ന് ആറ്റിയതിന് ശേഷം നമ്മൾ ബോട്ടിലിലാക്കി വെച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങളോട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു, അതൊക്കെ തെറ്റിയില്ലേ. ഇന്നിപ്പോൾ എന്തോ സംസാരിച്ച് അങ്ങനെ അതൊക്കെ മറന്നുപോയി. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കൂട്ടുകാർ വന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമില്ല നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പൊടിയൊക്കെ കലക്കി വെള്ളമൊക്കെ കലക്കി ഞാൻ ബോട്ടിലിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിട്ടിക്കുട്ടി അവിടെ കിടക്കുകയാണ് കേട്ടോ, പുതച്ച് മൂടി കിടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മ അമ്മ എന്നുള്ള വിളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഉച്ചയ്ക്ക് കഞ്ഞി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ എടുത്ത് മാറ്റി വെച്ചു, ബാക്കിയുള്ള ചോറ് വാർത്ത് വെച്ചു. പിന്നെ ഇന്ന് നങ്കിമീൻ ഉണ്ടല്ലോ നമ്മുടെ ഉണക്ക മാന്തൾ, അത് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്നലെ മീൻകറി വെച്ചതുണ്ട്, മീനും ഉണക്കമീനും നമ്മൾ കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ട് വെച്ചില്ലേ, പച്ചക്കറിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ കറിയുണ്ട്. അപ്പോൾ ഇന്ന് ചാറ് കൂട്ടാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ കറിയുണ്ട്, അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉണക്കമീൻ മാന്തൾ ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ചമ്മന്തി ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ ഇന്ന് കഞ്ഞി കുടിക്കാനായിട്ട് ഉണക്കമീനും ചമ്മന്തിയൊക്കെ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഞാനിതാ കുറച്ച് മാന്തലൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊരു 3-4 വട്ടം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറേ നേരം വെക്കണം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉപ്പൊന്നും പോവില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം വീണ്ടും അതെടുത്ത് 1-2 വട്ടം കഴുകിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും തിരുമ്മി വെച്ച് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ 3-4 മീനെടുത്ത് വറുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട്. വൈകുന്നേരം വറുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അതാ കുമ്പളങ്ങിയും മുരിങ്ങക്കായും ഉണക്കമീനൊക്കെ ഇട്ട് വെച്ച് ഇന്നലെ വെച്ച ചാറ് ഇവിടെ ഉണ്ട് കേട്ടോ. ചൂടാക്കി വെച്ചതാണ് രാവിലെ. പിന്നെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയും വെള്ളത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിട്ടിക്കുട്ടിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ മീനും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചിട്ടിക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കാം. പിന്നെ ഞാനിന്ന് എൻ്റെ വേറെ പണികളൊന്നും നടന്നിട്ടില്ല കേട്ടോ. തുണി കഴുകലും കുളിയും ഒന്നും നടന്നില്ല. കാരണം ചിട്ടിക്ക് വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ ഞാൻ തുണി കഴുകാനും ഇതിനൊന്നും നിന്നില്ല കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലും കഴുകിയിട്ടിട്ട് വൈകുന്നേരം കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മടിച്ച് നിന്നു. ഇന്ന് എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു മടി പിടിച്ചൊരു ദിവസമായിട്ടാണ്. അങ്ങനെ മാന്തളും മീനും വറുത്ത് ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 4:30 ആയ ശേഷമാണ് കേട്ടോ തുണി അലക്കാനൊക്കെ നിന്നത്. അങ്ങനെ തുണിയൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ തുണിയൊക്കെ കഴുകി വെച്ച തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് വന്നതാണ്. അപ്പോൾ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലോണം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെയ്യില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം ഇന്നലെ നല്ല ഇടിപൊട്ടലും വാളുമിന്നലൊക്കെ ആയിരുന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. ഇന്നിപ്പോൾ വാളുമിന്നലും ഇടിയൊന്നും ഇല്ല. എന്നാലും ചുറ്റും ഇങ്ങനെ കാറെടുത്ത് വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമോ എന്നറിയില്ല. പിന്നെ ഞാൻ തുണിയൊക്കെ ഉണങ്ങാനിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ വീണ്ടും നല്ല അങ്ങോട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ഉഷാറോടെ എണീക്കുകയാണെങ്കിൽ അന്നത്തെ പണിയും അതുപോലെ നല്ല സ്പീഡായിട്ട് പണികളെല്ലാം ഒരുങ്ങും. നമ്മുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചിട്ടയോടെ നടക്കുമല്ലേ. ചില ദിവസങ്ങളിൽ എണീക്കുമ്പോൾ തന്നെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് എൻ്റെ പണികളൊന്ന് വേണോ വേണ്ടിക്കുള്ള ഒരു പണിയായിരുന്നു. പിന്നെ ഒന്നിനും വയ്യ, ഒന്നും ചെയ്യണമെന്നുമില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. ഒരു മാണ്ട് മയക്കം പറയില്ലേ, ഇന്നത്തെ ദിവസമേ ഒരു പോക്കായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും കുളിക്കാനും നനയ്ക്കാനും ഒന്നും പറ്റില്ല. ആ ഒരു സമയം തെറ്റിയാൽ ഒരു 10-11:30 ആകുമ്പോഴത്തേക്കും നമ്മൾ തുണി അലക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഇതിൽ പോവും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയാൽ പിന്നെ അങ്ങോട്ട് മടിക്കും. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് തുണി അലക്കി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മടിയാണ്. അതുപോലെ ആയിരുന്നു കേട്ടോ ഇന്ന്. എന്തായാലും ഞാനിത് ആ തുണിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഉണക്കാനിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ചായയൊക്കെ പിള്ളേർക്ക് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ തുണിയൊക്കെ കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും അങ്ങനെ നല്ല അങ്ങോട്ട് മഴ വന്നു കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ചിട്ടിക്കുട്ടിക്ക് ഊതാനൊക്കെ ആയിട്ട് പോയി. ആൾക്ക് ഛർദി വരുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് വയറ്റിൽ തണുപ്പ് എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞിട്ട് ഊതിക്കാനൊക്കെ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല മഴയായി. പിന്നെ എന്തായാലും ഇതാ കുട്ടികൾക്ക് ചായയൊക്കെ ഇടാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ കച്ചറ പിച്ചറ കുറ്റിച്ചറ എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.